क्या हुआ कैसे हुआ कब हुआ अब क्या सुनाए क्या हुआ कैसे हुआ कब हुआ क्यों हुआ जब हुआ तब हुआ ओ छोड़ो ये न सोचो ये क्या हुआ कैसे हुआ കബ് ഹുവാ ഹം ക്യാ സുനായി. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ പാട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? നോക്കൂ ഇവിടെ. कैसे, കബ്, ക്യോ, ജബ്, തബ്, ഇതൊക്കെയാണ് ഈ പാട്ടിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ. ഇത് നമുക്ക് എവിടെയാണ് ഉപകാരപ്പെടുക? ഇത് പഠിച്ചാലേ നമുക്ക് ഒരു എക്സാമിന് ചോദ്യ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ചോദ്യം എന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മീനിങ് പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് പഠിക്കാം. कैसे എങ്ങനെ, കബ് എപ്പോൾ, ക്യോ എന്തുകൊണ്ട്, ജബ് എപ്പോൾ, തബ് അപ്പോൾ. അപ്പൊ ഇവിടെ ഈ ജബ് തബിന്റെ പ്രയോഗം വന്നപ്പോഴാണേ നമ്മളിപ്പോ ഒരു കഥ പറയാണ്. ആ കഥയില് എപ്പോഴാണോ അപ്പോൾ ഞാനത് ചെയ്തു, അത്തരത്തിലുള്ള ഒരു പ്രയോഗം വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ജബ് തബ് എന്നുള്ളത്. അപ്പോൾ ജബ് തബ് എന്ന വാക്കിന്റെ പ്രയോഗം അങ്ങനെ വരുന്ന സമയത്ത് അത്തരം വാക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് യോജക് എന്ന്. അപ്പോൾ യോജക് എന്ന ഹിന്ദി വാക്കിന്റെ മലയാള മീനിങ് യോജകങ്ങൾ എന്നാണ്. അത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ത്? യോജകങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ജബ് തബ് എപ്പോൾ അപ്പോൾ. ജബ് തബ് എപ്പോൾ അപ്പോൾ എന്നാണ് അതിന്റെ മീനിങ്. നമ്മൾ കഥയിൽ ഇപ്പൊ ഇങ്ങനെ പറയാണ്, എപ്പോഴാണോ അപ്പോൾ എന്ന ഒരു പദത്തിന്, ഒരു സെന്റൻസിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ജബ് തബ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണം നോക്കാം. ജബ് അധ്യാപക് ആയേ തബ് വിദ്യാർത്ഥി ഉടേ. എപ്പോഴാണോ അധ്യാപകൻ വന്നത് അപ്പോൾ വിദ്യാർത്ഥി എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. അപ്പൊ എപ്പോഴാണോ അപ്പോൾ എന്ന വാക്കിന് നമ്മൾ എന്താണ് ഹിന്ദിയിൽ ഉപയോഗിക്കേണ്ടത്? ജബ് തബ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത നോക്കൂ. ജൈസേ വൈസേ എങ്ങനെ അങ്ങനെ. എങ്ങനെയാണോ അങ്ങനെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഹം ജൈസേ ദേത്തേ ഹേ വൈസേ പാത്തേ ഹേ. നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് തിരിച്ചും ലഭിക്കും. നമ്മൾ പറയില്ലേ, പരോപകാരം നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് തിരിച്ചു ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വാക്കാണ് എന്ത്? ജൈസേ വൈസേ എന്നുള്ളത്. എങ്ങനെയാണോ അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജിത്ന ഉത്ന. ജിത്ന ഉത്ന എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത്രത്തോളം. എത്രത്തോളം ഞാൻ ചെയ്യുന്നോ അത്രത്തോളം എനിക്ക് കിട്ടും. നമ്മൾ പറയുന്നൊരു കാര്യമല്ലേ അത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾക്ക് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കേണ്ട പദം ഏതാണ്? ജിത്ന ഉത്ന. ഓക്കെ, ജിത്ന പൈസാ ഥാ ഉത്ന मैंने खर्च किया. എത്രത്തോളം പൈസ ഉണ്ടായിരുന്നോ അത്രത്തോളം ഞാൻ എന്ത് ചെയ്തു? ചിലവഴിച്ചു കളഞ്ഞു, ചിലവാക്കി. ഓക്കെ, അടുത്ത നോക്കൂ. ഇസ്ലിയേ അതുകൊണ്ട്. നമുക്ക് അറിയുന്നൊരു കാര്യമാണ് അല്ലെ, അറിയുന്ന വാക്കാണ് എന്ത്? ഇസ്ലിയേ അതുകൊണ്ട് എന്നാണെന്ന് നമുക്കത് അറിയാം. ഒരു ഉദാഹരണം നോക്കി ഇവിടെ. ആജ് രവിവാർ ഹേ ഇസ്ലിയേ ഛുട്ടി ഹേ. ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ലീവാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ന പദത്തിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഇസ്ലിയേ എന്നാണ്. അടുത്ത നോക്കൂ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ. ആജ് മേ സ്കൂൾ നഹീ ഗയാ ക്യോങ്കി ബുഖാർ ഥാ. ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ക്യോങ്കി കാരണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പനിയായിരുന്നു. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, കാരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ക്യോങ്കി എന്ന പദം ഉപയോഗിക്കുക. അപ്പൊ നോക്കൂ. ക്യോങ്കി അർത്ഥം എന്തുകൊണ്ടെന്നാൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ജഹാം വഹാം. എവിടെയാണോ അവിടെ. ഞാനത് എവിടെയാണോ വെച്ചത് അത് അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ പറയില്ലേ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ജഹാം വഹാം എന്നുള്ളത്. അപ്പൊ ജഹാം വഹാമിന്റെ മീനിങ് എന്താണ്? എവിടെയാണോ അവിടെ. തും ജഹാം ജാനാ ഹേ വഹാം ജാവോ. നിനക്ക് എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് പോകൂ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാം അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കഹാം. കഹാം
എന്ന വാക്കിന്റെ മലയാളം, അതുപോലെ കോൻ എന്ന വാക്കിന്റെ മലയാളം, കിത്ന എന്ന വാക്കിന്റെ അർത്ഥം, ക്യാ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു 4 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇതിന്റെ ഒക്കെ ഉത്തരം പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.